കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫേർണിച്ചർ മേടിക്കാൻ ആവശ്യമുള്ളൂ. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫേർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി അത് പൂർത്തിയാവും. പിന്നെ നമ്മൾ തീരുമാനിക്കും. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ രമേശ് ചെന്നിത്തല തള്ളി. 25 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. UDF-ന് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയും. നല്ല പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. വി ഡി സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. ഇന്ന് ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് മുഹമ്മദ് ഷിയാസ് തയ്യാറായില്ല. മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും അത് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ പ്രതികരിച്ചു. അപ്പോൾ ഷിയാസിന്റെ ഒരു ശൈലിയാണത്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശൈലിയാണ്. അത് ഷിയാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.